ബിഗ് ബോസ് സീസൺ 7 അങ്ങനെ ബിഗ് ബോസ് സീസൺ 7 ഇന്നലെ തുടക്കം കുറിച്ചു. അങ്ങനെ ബിഗ് ബോസ് വീട് കാണാൻ നല്ല ഭംഗിയുണ്ടെന്നാണ് വന്ന കണ്ടസ്റ്റൻ്റൊക്കെ പറഞ്ഞത്. അപ്പോൾ കണ്ടസ്റ്റൻറ്റുകളൊക്കെ കയറി കഴിഞ്ഞിരിക്കുകയാണ്. അപ്പോൾ എപ്പോഴത്തെയും പോലെയല്ല, ഇത്തവണത്തെ നല്ല പ്ലാൻഡ് ആയിട്ടുള്ള കണ്ടസ്റ്റൻറ്റുകളാണ് വന്നെത്തിയത്. അപ്പോൾ അവർ കളിക്കാൻ വേണ്ടി വന്നതാണ്. അവർ പറയുന്നുണ്ട് ജെന്യൂനായിട്ട് നിന്ന് കളിക്കാൻ വേണ്ടി വന്നതാണ്. അപ്പോൾ അവർക്ക് മനസ്സിലായി ഇനി അങ്ങോട്ട് സെൻറ്റിമെൻറ്റ് കാർഡോ പരദൂഷണ കാർഡോ അങ്ങനെ ഒരു കാർഡും ഇറക്കാൻ കഴിയത്തില്ല. ഇനി ജെന്യൂനായിട്ട് നിന്നാലേ ബിഗ് ബോസിൽ വിന്നറായിട്ട് വിജയിക്കാൻ കഴിയത്തുള്ളൂ എന്ന്. അങ്ങനെ ബിഗ് ബോസിൽ കയറിയപ്പോൾ തന്നെ അവർക്കൊക്കെ ഓരോ ടാസ്കുകൾ കൊടുത്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ ആ ടാസ്കിനെ ബേസ് ചെയ്താണ് ഇപ്പോഴത്തെ കളി നടക്കുന്നത്. അങ്ങനെ ആ ടാസ്കിൽ വിജയിച്ച വ്യക്തികളാണ് ഷാനവാസും ബെന്നിയും ആര്യനുമൊക്കെ. അപ്പോൾ അവർക്ക് സ്റ്റാറാണ് കൊടുത്തത് വിജയിച്ചവർക്ക്. അപ്പോൾ ആ സ്റ്റാർ തട്ടിപ്പറിക്കുക ബാക്കിയുള്ള കണ്ടസ്റ്റൻ്റ് എങ്കിലേ അവരുടെ ഡ്രസ്സുകളൊക്കെ കിട്ടത്തുള്ളൂ. അപ്പോൾ ഡ്രസ്സുകളൊക്കെ ബിഗ് ബോസ് വാങ്ങിച്ച് പൂട്ടി വെച്ചിരിക്കുകയാണ്. അപ്പോൾ ഈ സ്റ്റാർ എടുത്താൽ മാത്രമേ ബാക്കിയുള്ളവർക്കൊക്കെ അവർക്ക് ഡ്രസ്സുകൾ കിട്ടുള്ളൂ. അപ്പോൾ ആ ഡ്രസ്സിന് വേണ്ടിയാണ് അവർ ഈ സ്റ്റാർ എടുക്കാൻ വേണ്ടി ഓരോരുത്തർ പിന്നാലെ നടക്കുകയാണ്. അപ്പോൾ ഷാനവാസിൻ്റെ പിന്നാലെയും നടക്കുന്നുണ്ട് ഓരോ കണ്ടസ്റ്റൻറ്റും, അങ്ങനെ ആര്യൻ്റെ പിറകെയും നടക്കുന്നുണ്ട്. അങ്ങനെ സ്റ്റാർ എടുക്കാതിരിക്കാൻ വേണ്ടി ആര്യൻ ബാത്റൂമിനകത്ത് ഇരിക്കുകയാണ്. അപ്പോൾ ആര്യൻ്റെ കയ്യിലുള്ള സ്റ്റാർ എടുക്കാൻ വേണ്ടിയാണ് ബാക്കിയുള്ള കണ്ടസ്റ്റൻറ്റ് പുറകെ നടക്കുകയാണ്. അപ്പോൾ ഇങ്ങനെയാണ് ഇപ്പോഴത്തെ കളി നടക്കുന്ന. കളി നല്ല രീതിയിൽ പുരോഗമിക്കുകയാണ്. അപ്പോൾ കളിയിൽ ഇന്നത്തെ ഭാഗത്ത് നല്ല അടി നടക്കുകയാണ്. അപ്പോൾ എല്ലാ കണ്ടസ്റ്റൻറ്റും ചേർന്ന് ആ സ്റ്റാറിൻ്റെ പേരിൽ അങ്ങനെ വൻപൻ അടി നടക്കുകയാണ്. തുടക്കത്തിലെ ഒരു അടി നടക്കുകയാണ്. അപ്പോൾ ബിഗ് ബോസ് ഈ പ്രാവശ്യത്തെ എന്തായാലും നല്ല അടിപൊളിയായിരിക്കും എന്ന് തന്നെ തോന്നുന്നത്. ആദ്യം അനുമോൾ വന്ന് കയറിയ സമയം അനീഷ് പറയുന്നുണ്ടായിരുന്നു അനുമോളെ കാണാൻ ഒട്ടും ഭംഗിയില്ല എന്നൊക്കെ ഓരോന്നും പറയുകയാണ്. അപ്പോൾ അതിൽ നിന്നേ മനസ്സിലാവുകയാണ് തുടക്കത്തിലെ ഒരു നല്ല അടിക്കുള്ള വഹയൊക്കെ ഉണ്ട്. അപ്പോൾ ഓരോരുത്തരും ഓരോ രീതിയിൽ അങ്ങോട്ട്, അപ്പോൾ അവർക്ക് നല്ല രീതിയിൽ കളിക്കുകയാണ്. ഈ പ്രാവശ്യത്തെ ബിഗ് ബോസിൽ വന്ന കണ്ടസ്റ്റൻ്റ് എല്ലാം നല്ല രീതിയിൽ കളിക്കാൻ വേണ്ടി വന്നതാണെന്ന് തോന്നിപ്പോവുകയാണ്. അത്രയ്ക്ക് നല്ല രീതിയിലാണ് അവരൊക്കെ കളിക്കുന്നത്. ഈ പ്രാവശ്യത്തെ ബിഗ് ബോസ് വീടിൻ്റെ സെറ്റപ്പ് എന്ന് പറഞ്ഞാൽ അടിപൊളി സെറ്റപ്പാണ്. ആരെയും ഒന്ന് ആകർഷിപ്പിക്കുന്ന രീതിയിലാണ് എല്ലാ രീതിയിലും ഒരുക്കിയിരിക്കുന്നത്. പണിപ്പുര അത് ബെസ്റ്റ്. പിന്നീട് നമ്മൾ രേണു സുധിയുടെ എൻട്രി, അതൊരു നല്ല എൻട്രി തന്നെയായിരുന്നു. ഒറ്റയ്ക്ക് വഴിവെട്ടി വന്ന ആളാണെന്നുള്ള ഡയലോഗുകൾ ഏറ്റവും നന്നായി ചേരുന്ന രേണുവിനായിരിക്കും. സമീപകാലത്ത് സോഷ്യൽ മീഡിയയിൽ ഏറ്റവും കൂടുതൽ ചർച്ചാ വിഷയമാണ് ഈ രേണു സുധി. അതിലൊന്നും തളരാതെ മറ്റൊരാളുടെ സപ്പോർട്ടും ഇല്ലാതെ സ്വന്തമായി വഴിവെട്ടി വന്നവളാണ് രേണു സുധി ബിഗ് ബോസിലേക്ക്. അപ്പോൾ രേണു സുധിയും നല്ല രീതിയിൽ കളിക്കുകയാണ്. കളിക്കാൻ വേണ്ടി മാത്രമാണ് രേണു സുധിയും വന്ന് സെൻറ്റിമെൻ്റ് ഒന്നും ഇറക്കത്തില്ലാന്ന് തോന്നുന്നു. അപ്പോൾ രേണു സുധി നല്ല രീതിയിൽ കളിക്കുമെന്നാണ് വിചാരിക്കുന്നത്. ഈ പ്രാവശ്യം ബിഗ് ബോസിൽ ലാലേട്ടൻ വന്നത് മാസ് എൻട്രിയിലാണ്. അപ്പോൾ ലാലേട്ടൻ്റെ ഇനിയുള്ള എപ്പിസോഡും ഇതുപോലെ ആയിരുന്ന് പൊളിക്കുമെന്നാണ് പ്രേക്ഷകരും പറയുന്നത്. പുതിയ അപ്ഡേറ്റിനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ.